ചാകര. എന്ത് ചാകര? എന്റെ വീടിനടുത്തുള്ള നമ്മുടെ ജോണിച്ചായല്ലേ, ജോണിച്ചായന്റെ കസിൻ ഒരു സിനിമ ഓടിക്കണമെന്ന്. പുള്ളിക്കാരെ ഉള്ള എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട് കാശ് വേണ്ടി വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടുന്നതാണോ ചങ്കൂറ്റം? സിനിമയെന്ന് പറഞ്ഞിരുന്നാലേ കുടുംബക്കാർക്ക് പറ്റിയ പണിയല്ല എന്ന അവരുടെ അപ്പൻ്റെ അഭിപ്രായം. അത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു. ഇപ്പൊ സിനിമയിലൊക്കെ സിനിമ എടുക്കുന്ന വെച്ചാൽ ഈ സമൂഹത്തിലെ അന്തസ്സാണ്. യൂക്കോ ബ്രൂണി എന്നുള്ള പേര് എല്ലാ മലയാളികളും ഒന്ന് അറിയണം. അതിനു വേണ്ടിയായി പടം എടുക്കുന്നത്. നമ്മുടെ സിനിമ ഒരു വലിയ വിജയമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാവോ? കാരണം എന്താന്ന് ചോദിച്ചേ, കഥ പറയാൻ തുടങ്ങിയില്ല അതിന് മുമ്പ് പള്ളിയിലെ പാട്ട് കേട്ടോ. ശിവലക്ഷണോ കാതര സാറിന്റെ കഥകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മറ്റേ അടുത്ത കാലത്ത് ഇറങ്ങിയ ആ പടം അതെനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. മറ്റേ ആ ജാരന്റെ പൂന്തോട്ടം എന്നുള്ള പടം. അതിലവസാനം ഭാര്യ ഇറങ്ങി പോകുന്നത് കാമുകന്റെ കൂടെയാ. അത് വേണ്ടിയിരുന്നോ? ഭർത്താവിന്റെ കൂടെ പോകുന്നല്ലയോ നല്ലത്? എന്തുവാ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് ഈ ഭർത്താവിന്റെ കൂടെ. അല്ല, ഇത് ബഹുജനം പലവിധമാണല്ലോ, അപ്പം പലർക്കും പല ടേസ്റ്റാണ്. സാഡിസ്റ്റായിട്ടുള്ള ഭർത്താവിനോടുള്ള ജീവിതം സാഡിസ്റ്റ് ആണെങ്കിലും അയാളുടെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നു. അയാൾ അല്പം ചൂടായി സംസാരിക്കും. ഈ ചൂടായി സംസാരിക്കുന്നതിന്റെ പേരിൽ ഭാര്യ കാമുവിൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമില്ല. അല്ല, 3 സീനുകളിൽ സിഗരറ്റ് കൊണ്ട് കുട്ടിയെ കുത്തി പരിക്കേൽപ്പിക്കുന്നുണ്ട്. അപ്പം അത് മനഃശാസ്ത്ര വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ഭർത്താവിന്റെ ഈ കുഴപ്പങ്ങളൊക്കെ നേരെ ആക്കണം. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ചില സാഡിസ്റ്റുകളായ ഭർത്താക്കന്മാർക്ക് ആ ഒരു പേടി ഉള്ളിലുണ്ടാവും. മറ്റു ചില സമൂഹത്തിൽ ഏത് സിനിമ റിലീസ് ആയി കഴിഞ്ഞപ്പോ അന്ന് ഞാൻ വന്നിട്ട് ഇവന്റെ വീട്ടിലൊരു ബേലക്കാരൻ ഉണ്ടായിരുന്നു, ഓനെ പറഞ്ഞിട്ട്. അല്ല, അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. സിനിമയുടെ റിലീസ് വരെ നമുക്കറിയില്ല. മനസ്സിലായില്ലേ? എന്തോ ഉള്ളിൽ വെച്ചിട്ടാ പറയുന്നത്. പക്ഷെ എനിക്ക് അതൊന്നും അറിയത്തില്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും അല്ല. അല്പമൊക്കെ സഹിച്ച് ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾക്കെതിരാന്നൊക്കെ ആൾക്കാർ പറയുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും അവസാനം ഈ ഭർത്താവ് എന്താ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുന്നതിൻ്റെ പേരല്ലയോ പറഞ്ഞ അടിക്കുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ജോണിച്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര കേസുകൾ ഭർത്താക്കന്മാർ ക്രൂരന്മാരാ. അവരെയൊക്കെ മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ധ്യാനത്തിന് കൊണ്ടുപോകണോടോ. ഇല്ലയോ? ധ്യാനത്തിന് കൊണ്ടുപോയാൽ നല്ല റിസൾട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, അവരെ വലിയ കുഴപ്പമായിരുന്നു, ഭാര്യ ഉപദ്രവിക്കുമായിരുന്നു. ധ്യാനത്തിന് കൊണ്ടുപോയി, ഇപ്പം ശല്യമില്ല കേട്ടോ. ഉണ്ടാതെ ഒരു സ്ഥലത്ത് മദ്യപാനമൊക്കെ നിർത്തി. അങ്ങനെ വല്ല മാറ്റുന്ന ആയിരുന്നു. അല്ല അതേപോലെ ആക്സിഡന്റ് എന്ന് പറഞ്ഞ പടം കണ്ടു. അതിലും അവസാനം കൊലയൊക്കെ ചെയ്യുന്ന വലിയ കാര്യത്തിൽ ആരാ നമ്മൾ കാത്തിരുന്നു. അവസാനം പ്രേതമാ ചെയ്യുന്നത്. അത് പറ്റിക്കുന്ന പോലെ ആയിപ്പോയി കാതര സാറേ. ഒരേ കഥ ഒരേ മൂടാണല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രേതം വരുന്ന സീനിൽ തന്നെ കുരിശുണ്ട്, കുരിശുള്ളിടത്ത് പ്രേതം വരത്തില്ല, അതറിയോ? അത് തന്നെ മിസ്റ്റേക്കാ. കുരിശുള്ള സീനിൽ പ്രേതം വരുന്നു, അതെങ്ങനെയാ വരിക? വരത്തില്ല, ഒരിക്കലും വരത്തില്ല. നിങ്ങൾ നോക്കിയേ, കുരിശ് അവിടെ വെച്ചാൽ പ്രേതം വരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെമിത്തേരിയിൽ നിന്നൊക്കെ പ്രേതം പൊങ്ങി വരുമ്പോൾ അത്രയും കുരിശല്ലേ അവിടെ? അല്ല, സെമിത്തേരിയിൽ നിന്ന് പ്രേതം പൊങ്ങി വരത്തില്ല. അത് സിനിമയിൽ കാണിക്കുന്ന തെറ്റാ. സിനിമയിൽ കാണിക്കുന്ന തെറ്റാ. കുരിശുള്ളിടത്ത് പ്രേതം വരത്തില്ല. ഈ ഡ്രാക്കുള എങ്ങനെയാ കീഴ്പ്പെടുത്തുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കരുത് കേട്ടോ. നമ്മൾ ചോദിക്കട്ടെ, ഈ ഡ്രാക്കുള കാണാത്ത പ്രേതാണെങ്കിലോ? ഏതാ ഈ ഡ്രാക്കുള കാണാത്ത പ്രേതാണെങ്കിലോ? അല്ല, ഡ്രാക്കുള വരുമ്പോ എങ്ങനെയാ കീഴ്പ്പെടുത്തുന്നത്? നോവല് വായിച്ചിട്ടുണ്ടോ? എഴുതി ആരെന്ന് അറിയാവോ? ബ്രോം സ്റ്റോക്കർ എഴുതിയതാ. ഡ്രാക്കുളയെ കീഴ്പ്പെടുത്തുന്ന കുരിശ് കാണിച്ചു. അതാണ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ പ്രേത നോവല് വായിച്ചിട്ടുണ്ടാവില്ല. നോവല് വായിക്കാത്ത പ്രേതമാണെങ്കിൽ ശരി, കുരിശ് കാണിച്ചാൽ കീഴടങ്ങും. നമുക്ക് വേണേ പന്തയം വെച്ചൊന്ന് വൈകുന്നേരം വേണമെങ്കിൽ കുരിശ് കാണിക്കാം. പ്രേതം വരുമ്പോ നോക്കിയാൽ വരത്തില്ല. അല്ല, പന്തയം വയ്ക്കാൻ തന്നുവിടാൻ കുരിശില്ല, പകരം മൊയ്തീനേ ഉള്ളൂ. ഒരു കുരിശല്ലയോ? മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ കളിയാക്കി പറയാനുള്ള കളിയാക്കി പറയാനുള്ളതല്ല. കഥ എങ്ങനെയാ? അപ്പൊ നമ്മുടെ കഥ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്സിഡന്റും നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കഥയല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു കഥ. അത് വേണം, കാരണം ആക്സിഡന്റ് പോലുള്ള കഥ വേണ്ട. പ്രേതമൊന്നും സൂസന് ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ കഥയിലെ നായകൻ തന്നെ കഥാകൃത്താണ് നായകൻ. അപ്പൊ ഈ സമൂഹത്തിൽ ഇപ്പൊ നമ്മൾ ജോണിച്ചൻ പറഞ്ഞു കേട്ടോ, പുതുമയുള്ള കഥയാണെങ്കിൽ അത് അപ്പം അങ്ങ് കൈ കൊടുത്തേക്കണം, അഡ്വാൻസും കൊടുത്തേക്കണം എന്ന് പറഞ്ഞു. കഥാകൃത്ത് എന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടവാ ഈ ഭാർഗവീന്നില്ലേ. അസാധ്യ പടവാ മൗസാറിന്റെ അല്ലയോ? പിന്നെ എന്നാ അഭിനയമാ അല്ലയോ? അതിനകത്ത് സാഹിത്യമായിരുന്നല്ലയോ? ഗംഭീര പാട്ടാ. നമ്മുടെ പിന്നെ ആരാ എഴുതിയെന്ന് അറിയാവോ? നമ്മുടെ ആരും പറയത്തില്ല.
ചെറുകഥയാ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയാ. അസാധ്യ പടമാകട്ടോ. മറ്റേത് പൊട്ടാത്ത മഞ്ഞിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂലു ഞാല് കെട്ടി അല്ലയോ? നല്ല പാട്ടല്ലയോ? മധുസാർ പാടുന്ന ഏകാന്തതയുടെ അപാര തീരങ്ങളെന്നോ തീരങ്ങളില്ലല്ലോ. ഏകാന്തതയുടെ അപാര ഏകാന്തതയുടെ അപാര തീരങ്ങളില്ലയോ? ഒന്ന് തന്നെയാണ്. ഞാൻ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും കേട്ടോ. തീരങ്ങളും ഒന്ന് തന്നെയാണ്. വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു ഇതൊന്നും അല്ല അതിന്റെ പാട്ട്. ഇതും കേട്ടിട്ടില്ല. ഏറ്റവും നല്ല പാട്ട്, ദാസാറിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് താമസവന്തേ വരുവാൻ പ്രാണസഖി നിന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ. അയ്യോ എല്ലാം പാടാൻ ഒക്കുന്നില്ല. ബാബുരാജിന്റെ സംഗീതം ഇല്ലേ? ബാബുരാജ് സംഗീതം നൽകലുണ്ടോ? അവൻ പണ്ട് സ്റ്റണ്ട് ഉള്ള ആളേന്. അത് ത്യാഗരാജനാണ്. നമ്മുടെ നായകന് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കഥ എഴുതണമെന്നുള്ളത്. ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് തന്നെ കഥ എഴുതണം. അതിനുള്ള ഒരു യാത്രയിലാണ് പുള്ളി. അപ്പൊ ഈ യാത്രയുടെ ഒടുവിൽ പടത്തില് ഒരു യാത്രയൊക്കെ ഉണ്ട്. ഈ യാത്രയുടെ ഒടുവിൽ അദ്ദേഹം ചെന്ന് കണ്ടുമുട്ടുന്നത് ചെന്താമര എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആരും നോക്കാനില്ലാത്ത നല്ല പേരാ കേട്ടോ. ഗ്രാമത്തിന് ചെന്താമര നല്ല പേരാ, കലക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. പല പേരുകളും കേട്ടിട്ടുണ്ട് ഗ്രാമത്തിന്. അവണാകുഴി, മൂങ്ങാങ്കുഴി, കവളപ്പാറ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ചെന്താമര എന്ന പേര് ഒരു സൗന്ദര്യമുണ്ട് കേട്ടോ. സൂസൻ ഇഷ്ടപ്പെടും. ജോണിച്ചനെ വിളിച്ച് പറയാം കേട്ടോ. നമുക്കൊരു സംശയം. ഈ കാതരം പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്നാണ്, അത് ഏത് ജീവിച്ചിരിക്കുന്നാണ്? ജീവിച്ചിരിക്കുന്ന അല്ല, ജീവിച്ചിരിക്കുന്ന. അപ്പൊ അങ്ങനെ നമ്മുടെ നായകൻ ചെന്നിട്ടുന്നത് ചെന്താമര എന്നുള്ള ഗ്രാമത്തിലാ. അവിടെ അദ്ദേഹം നാം കാണുന്നത് ആരോരുമില്ലാത്ത, ആരും നോക്കാനില്ലാത്ത 65-കാരനായ ഭാർഗവന്റെ കഥ എഴുതാൻ നമ്മുടെ കഥാകൃത്ത് തീരുമാനിച്ചു. വേണമെങ്കിൽ അച്ഛൻ നമുക്ക് ഭാർഗവ നിലനിട്ടൂടെ? അത് ഭാർഗവ നിലയുള്ളപ്പോ ഭാർഗവ നില അത് വേണ്ട. ഇവിടെ ഇതിനകത്ത് ഡിക്രൂസേ കഥ ഡിസ്കസ് ചെയ്തതിനു ശേഷം പിന്നെ കഥ അത് ഞാൻ അങ്ങ് ലയിച്ചു വന്നത് കേട്ടോ. ഭാർഗവൻ എന്ന് പറയുമ്പോ ആരും നോക്കാനില്ലാത്ത ഒരു കഥാപാത്രം എന്റെ മനസ്സിൽ അങ്ങ് തെളിഞ്ഞു വന്നു കേട്ടോ. ആരും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ അനാഥനെ പോലെ കഴിയുന്ന അങ്ങനെ എത്രയോ പേരുണ്ടെന്ന് അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ അനാഥാലയങ്ങളാ കൂടുതല്. രാവിലെ കൊണ്ട് അങ്ങ് വിട്ടിട്ട് വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോകും. ചിലരാണെങ്കിൽ അങ്ങ് കൊണ്ട് ഇട്ടിട്ട് പോവുക. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉള്ളവര് അപ്പനമ്മമാരെ അവിടെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോവുക. എവര് കിടന്ന് വിഷമിക്കുകയല്ലോ. ഗുരുവായൂരോ ന്യൂസിൽ കണ്ടില്ലായിരുന്നോ? ഗുരുവായൂരില് ഈ നട എഴുതുക എന്ന് പറഞ്ഞ് അച്ഛനെയും അമ്മയും അവിടെ കൊണ്ടുവിട്ടിട്ട് പോവുക. അല്ല, അതൊക്കെയാണ് എനിക്ക് കഥ എഴുതാനുള്ള പ്രചോദനം. ഈ ഭാർഗവൻ എന്ന് പറഞ്ഞപ്പോഴേ കേട്ടപ്പോഴേ വേറെ രസകരമായ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊരു ഭാർഗവനുണ്ട് കേട്ടോ, കാര്യസ്ഥൻ. നമ്മുടെ അപ്പുറത്തെ ഈ ജോണിച്ചന്റെ അപ്പനുണ്ട്. ജോണിച്ചന്റെ അപ്പന്റെ കാര്യസ്ഥനാ ഈ ഭാർഗവൻ. അപ്പൊ ജോണിച്ചന്റെ പുരയിടത്തില് അവിടെ സ്ഥിരം മോഷണമാണ്, തേങ്ങ മോഷണം. ആ തേങ്ങ മോഷണം ആരാണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഉണ്ടല്ലോ, നോക്കിയപ്പോ ഈ തെങ്ങിൽ മുഴുവൻ അള്ളു വെച്ചു. അള്ളറിയാവോ? കമ്പി വളച്ചു വെച്ചിരുന്ന. അതെ, ഇരുമ്പ് ഇങ്ങനെ കമ്പി വളച്ചതിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലേ അള്ളെന്ന് പറയും. തെങ്ങിൽ വെച്ചിട്ട് ഇതില് പിറ്റേ ദിവസം മോഷണമാരെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഭാർഗവന്റെ കാല് മുഴുവൻ മുറിഞ്ഞിരുന്നു. അതോടുകൂടി ഭാർഗവനെ പിടികിട്ടി. എടാ നീ ഇല്ലയോടാ ഇന്നലെ തെങ്ങെ കയറിയത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കയറുന്നത് നീ അല്ലയോടാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ അള്ള വെച്ചതാ, എന്നെ പിടിക്കാൻ വേണ്ടി തന്നെടാ വെച്ചത്. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാല് മുഴുവൻ പിന്നെ മുറിഞ്ഞുകൊണ്ടാ വന്നേ കേട്ടോ. ആ ഭാർഗവനെ എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ ഈ ഭാർഗവൻ വ്യത്യാസമുണ്ട്. അള്ളു ഭാർഗവൻ. അതെ അതെ. ഇതിനിടയ്ക്ക് മറവിൽ തിരിവ് സൂക്ഷിക്കാൻ പറഞ്ഞൊരു പടമുണ്ട്, കണ്ടിട്ടുണ്ടോ? നല്ല പടമാണ്. അത് എന്നാണ് അറിയോ? അതായത് ഒരു ഇങ്ങനെ പർവ്വത പ്രദേശത്തേക്ക്, മലമ്പ്രദേശത്തേക്ക് ഇങ്ങനെ വണ്ടി കയറി വരിക. ആ വണ്ടി കയറി വരുമ്പോ ആ ഒരു പോയിന്റിലെത്തുമ്പോ വണ്ടി മറിയുക. ആ നല്ല പടമാണ് കേട്ടോ, ശശികുമാർ സാറിന്റെ പടമാണ്.
പഠിച്ചോണ്ടിരിക്കുമ്പോ കണ്ടതാ, നല്ല പടമാ. എന്താണ് പറയുന്നതെന്ന് ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല. ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറി വരും, ഇങ്ങനെ കയറി. ആ ഈ പഠിച്ചോണ്ടിരിക്കുമ്പം സിനിമ കണ്ടു വീട്ടിൽ വഴക്ക് പറയത്തില്ലായിരുന്നു. അന്ന് അങ്ങനെ ചോദിച്ചാൽ വല്ലപ്പോഴും ഒക്കെ പടം കാണാൻ വിടുവോടാവേ. ഇതില്ലേ പള്ളി ഞായറാഴ്ച പള്ളി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മാറ്റിന് കാണും. അതിന് 50 പൈസയൊക്കെ തരും. 50 പൈസയാണ് ടിക്കറ്റ്. കയറിയിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി മാറി. എങ്ങനെയാ പറയുന്നത് നിങ്ങൾ പറഞ്ഞേ? അതാകത്തല്ലയോ? ബ്രേക്ക് ഇളക്കിയിട്ടതാണോ? എല്ലാ വണ്ടിയുടെയും ബ്രേക്ക് പോകും അടിക്രൂസേ. ലോണിച്ചനെ ഞാൻ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അവിടുത്തെ ഗട്ടറായിരിക്കാം. കട്ടറ വീണാലും എല്ലാ വണ്ടിയും മലയുടെ മുകളിൽ നിന്ന് താഴെ വീഴും. ഒരു വണ്ടിയല്ലേ വീണുള്ളൂ. നമ്മള് പറഞ്ഞുതരാം. ആ വളവ് കണ്ടുപിടിച്ച് സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തത് ഒരു ആദിവാസിയല്ലേ. ഓനെ താഴെ തെറ്റിയപ്പോ ബ്രിട്ടീഷുകാര് കൊന്നാഞ്ഞ് ആ പ്രേതാണ് ഈ വണ്ടി മറിച്ചിരുന്നത്. പ്രേതം അതുമല്ല തോറ്റേ അതുമല്ല പ്രേതം. ഇത് എങ്ങനെയാ സംഭവം എന്ന് വെച്ചാല് ഈ വണ്ടി ഇങ്ങനെ മുകളിൽ ഒരു ഗുഹ പോലെ ഇങ്ങനെ കയറി വരും. അവിടെ ഇരുട്ട് പോലെയാ, പകലാണ്. അവിടെ എന്താന്ന് വെച്ചാല് അത് വരുമ്പോഴത്തേക്കും ഒരു അവസാനം വില്ലനെ കാണിക്കുന്ന അവസാനമേ കാണിക്കത്തുള്ളൂ. നസീർ സാറാ ഇത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒരു വണ്ടി വരികയാണെങ്കിൽ അപ്പോൾ എതിർവശത്ത് നിന്നൊരു മിറർ കണ്ണാടി ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഈ വരുന്ന വണ്ടി വേറെ വണ്ടി വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇങ്ങനെ വണ്ടി വരുമ്പോൾ നമ്മുടെ മുന്നിൽ വേറെ വണ്ടി ഈ കണ്ണാടി കൂടെ കാണുക. നമ്മള് ബ്രേക്ക് പിടിക്കുമ്പോൾ ഉത്തരം ഒന്ന് വണ്ടി വീഴുക. ഇത് അവസാനം നസീർ സാർ കണ്ടുപിടിച്ച് വില്ലനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടോ. തിയേറ്ററിൽ കയ്യടിയായിരുന്നു, ഊരെ കയ്യടിയായിരുന്നു. മുണ്ടക്കായം ഗാലക്സിയിലാണ് കണ്ടേ. എല്ലാ കയ്യടിയായിരുന്നു എന്നറിയാം. അങ്ങനെയല്ല ഏതാണ്ട് നമുക്കിത് അതിലൊന്നും വേണ്ട. ആ ടൈപ്പ് അല്ല. നമ്മുടെ ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നായകൻ 65 വയസ്സുള്ള ഭാർഗവന്റെ കഥ എഴുതാൻ പോവുകയാണ്. അങ്ങനെ നായകൻ അവിടെ വന്നു, അമ്മാവൻ്റെ അനുവാദം മേടിക്കുന്നു, കഥ പറഞ്ഞു കൊടുക്കാന്ന് പറയുന്നു, തന്റെ ജീവിതകഥ പറയാന്ന് പറയുന്നു. അപ്പൊ ആ തന്റെ ജീവിതകഥ പറയുമ്പോൾ താൻ പ്രണയിച്ച കല്യാണി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള ഭാർഗവനും കല്യാണിയും പഴയ പ്രേമമുണ്ട്. അത് നമ്മൾ കാണിക്കുന്ന പറഞ്ഞാൽ 56 കാലഘട്ടത്തിലെ പഴയ കാലഘട്ടം. അപ്പൊ ആ ഒരു പടം അതാണ് ഫ്ലാഷ് ബാക്കിലേക്ക് കല്യാണിയും തമ്മിലുള്ള പ്രേമം. ആ കഥ അദ്ദേഹം നോട്ട് ചെയ്യാണ്. അങ്ങനെ കഥ എഴുതുന്നത് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാർഗവന് ഒരു മകനുണ്ട്. കല്യാണി മരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് വിട്ടുപോകാത്തത്. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഭാർഗവനും കല്യാണിയും തമ്മിലുള്ള ആ പ്രേമവിവാഹം കാണിക്കണ്ടായോ? നമുക്ക് കാണിക്കണം. അതാണ് നമ്മുടെ കാലങ്ങളിലേക്ക് പ്രണയത്തിലേക്ക് അതാണ്. അത് നല്ലൊരു നീലക്കുയിൽ കണ്ടിട്ടുണ്ടോ? നീലക്കുയില് അവിടെ നമ്മുടെ വീടിന്റെ അതല്ല പടം. നീലക്കുയിൽ സത്യമാഷിന്റെ പടമാണ്. നല്ല പടമാണ് കേട്ടോ. അതിനകത്ത് മിസ്കുമാരി കേട്ടിട്ടുണ്ട്. നല്ല പടിയാ കേട്ടോ. എല്ലാരും ചൊല്ലണ് കല്യാണം നെഞ്ചിലെന്ന്, കരിങ്കല്യാണ്ട് നെഞ്ചിലെന്ന്, ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടത്. അയ്യ ചക്കര തുണ്ടാണ് കണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ കഥയില് നമ്മുടെ ഈ കഥയിൽ ഇപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ആ പ്രണയമൊക്കെ ഇങ്ങനെ എഴുതി വരുമ്പോ ഇതൊരു സുപ്രഭാതത്തിൽ നാട് മൊത്തം അറിയുന്നു. ഈ പ്രേമം എന്ന് പറയുമ്പോഴേ എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് കയറി പറയാണെന്ന് വിചാരിക്കില്ല. അഭിപ്രായം പറയാൻ ജോണിച്ചൻ പ്രത്യേകം പറഞ്ഞു. കഥയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആദ്യമേ പറയണം. ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം അച്ഛാ മിണ്ടി പോരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കഥയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ ചേഞ്ച് ഉണ്ടെങ്കിൽ അതങ്ങ് നമുക്ക് പറഞ്ഞു അതന്നെ മാറ്റാവല്ലോ. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കല്യാണിയും ഭാർഗവനും തമ്മിലുള്ള പ്രേമം ഉണ്ടല്ലോ, ആ പ്രേമത്തിന് ഈ നീലക്കുയിലിന്റെ ആ രീതിയിലുള്ള ഒരു പ്രേമം. പിന്നെ ഈ നദി കണ്ടായിരുന്നു. അങ്ങനെ 1000 പാദസരങ്ങൾ ആലുവാപ്പുഴ പിന്നെയും ആരും കാണാതെ ഓളം തീരും ആലിങ്ങനെ മുഴുകി അല്ലേ. അതേപോലത്തെ ആ നദി നീലക്കുയില് ചെമ്മീനിലെ പാട്ട് മാനസമൈന വരും മധുരം പിന്നരുമപ്പ് പാടി നീ തേടുവതാരെ ആര്. കറക്റ്റായിട്ടോ കറക്റ്റായിട്ടോ. അതൊക്കെ കൂടെ മിക്സ് ചെയ്തൊരു പ്രേമം ഭാർഗവന്റെയും കല്യാണം. കടപ്പുറമുണ്ട്, പുഴയും ഉണ്ട്, പിന്നെ നദിയുണ്ട്. നദി പടത്തിലെ 1000 പാസരങ്ങളിൽ നദിയുണ്ട്, പുഴയുണ്ട്. ഇപ്പൊ പിന്നെ ചെമ്മീനാവുമ്പോ കടലും ഉണ്ട്. നമുക്കൊരു സംശയം ചോദിക്കാം. ഈ ആരും കാണാണ്ട് ആലിംഗനത്തിന് മുഴുകണ എങ്ങനെ ഷൂട്ട് ചെയ്യും? ആരും കാണാതെ ഓളവും തീരും അല്ലയോടോ ആലിംഗനങ്ങളിൽ മുഴുകിയ. ആരും കാണൂല. ആരും കാണാൻ അവര് മുഴുകുന്നു. ഓളവും തീരുവാണ്. അത് കടലിനെ സമീപിച്ചിട്ട് പുള്ളി പറഞ്ഞാണ് ഓളവും തീരും. ആരും കാണാനില്ലാന്ന് അവരല്ലയോ കരുതുന്നത്. നമ്മള് കാണുന്നുണ്ടല്ലോ ഇല്ലയോ? നമ്മള് ആകെ ചുയിപ്പാവില്ല. ആരും കണ്ടില്ലെങ്കിൽ നമ്മള് കാണുന്നുണ്ടല്ലോ ഇല്ലയോ?